അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്. അശ്വിൻ, ഈ ഇത് ഓമന പാലപ്പള്ളി പറയുകയായിരുന്നു ഇത് വലിയ ആഴമുള്ള കുഴിയൊന്നുമല്ല, ഒരു ചെറിയ കുഴിയാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആനയ്ക്ക് അങ്ങനെ വലിയ പരിക്ക് ഈ കുഴിയിലേക്കുള്ള വീഴ്ചയിൽ ഉണ്ടാവാനിടയുണ്ടോ? ഇപ്പം എന്താണ് പുറത്തേക്കെടുക്കാനുള്ള ശ്രമങ്ങൾ അശ്വിൻ? ചെറിയ കുഴിയാണ്. കാരണം നമ്മളിത് മനസ്സിലായി, ഈ സ്ഥലത്തിന്റെ ഉടമയുമായി സംസാരിച്ചപ്പോൾ അത് സെപ്റ്റിക് ടാങ്കിന് വേണ്ടി എടുത്ത കുഴിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആഴത്തിലുള്ള കുഴിയല്ല. പക്ഷേ ഈ കുഴിക്ക് വശങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ പാറക്കല്ലുകളുണ്ട്, കരിങ്കല്ലുകളുണ്ട്. ആന ചവിട്ടി ഇറങ്ങിയപ്പോൾ അല്ലെങ്കിൽ ആന കുഴിയിലേക്ക് വീണപ്പോൾ ഈ കരിങ്കല്ലുകൾ ആനയുടെ പിൻഭാഗത്തേക്ക് വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അതൊരു പക്ഷേ ഈ കല്ല് ദേഹത്തേക്ക് വീണുണ്ടായ പരിക്കുകളാവാം. അത് മാത്രമല്ല, ഒപ്പം ഈ ആനയ്ക്ക് ഇത്ര അവശത ഉണ്ടാകാനുള്ള കാരണം 5 മണിക്കൂറിനടുക്കുകയാണ് ഈ ആന കുഴിയിൽ വീണിട്ട്. ഒപ്പം അവിടെ നിന്ന് കയറാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ ഇതിന്റെ ആരോഗ്യം ഏറെക്കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം ഇപ്പോൾ 5-ാം മണിക്കൂറിലേക്ക് എത്തുമ്പോൾ ആന ഒരു ചലനമില്ലാതെ കുഴിയിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഏറ്റവും അവസാനം ഒരു അരമണിക്കൂർ മുമ്പ് JCBയുടെ കയ്യിൽ ചവിട്ടി മുകളിലേക്ക് കയറാനുള്ള ശ്രമമൊക്കെ ആന നടത്തുകയും ചെയ്തിരുന്നു. ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആനയ്ക്ക് ഇങ്ങനെ അതിന് സ്വമേധയാ ഇതിന് മുകളിലേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അതിനുള്ള ആരോഗ്യം ഇപ്പോൾ അതിന് നഷ്ടമായിരിക്കുന്നു. കഴിഞ്ഞ 6 മണിക്കൂറായി ഈ കുഴിയിൽ വീണ പാലപ്പള്ളി എലിക്കോട് ആണ് ഈ ആന ഈ സെപ്റ്റിക് ടാങ്കിനടുത്ത കുഴിയിൽ വീണുപോയത്. എന്താണ് അവിടെ പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ അവിടെ സ്ഥലത്തെത്തി. അപ്പോൾ മുതൽ തന്നെ അധികം വൈകാതെ തന്നെ പല ശ്രമങ്ങൾ നടത്തി നോക്കിയെങ്കിലും ഈ ആനയെ എത്തിക്കാൻ കഴിയുന്നത് തലകീഴായാണ് കുത്തനെ ആന കുഴിയിലേക്ക് വീഴുകയായിരുന്നു. അത് കാരണം അതിന് കയറി വരാൻ സാഹചര്യമില്ലാതായി. സൈഡിൽ ആനയ്ക്ക് സാധാരണഗതിയിൽ ആന കുഴിയിൽ വീണാലൊക്കെ ആ കുഴിയുടെ വിസ്തീർണമാക്കുകയും ആനയ്ക്ക് നടന്നു വരാനുള്ള ഒരു വഴിത്താര പോലും ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്തിട്ടും ആനയ്ക്ക് നടന്ന് കയറി പോകാനുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥ. ഇപ്പോൾ നിലവിൽ ഇത് കുറച്ച് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. നിലവിൽ ഇപ്പോൾ ഈ ആന തുമ്പിക്കയൊന്നും അങ്ങനെ ആട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ആനയ്ക്ക് പട്ടയൊക്കെ ഇട്ട് കൊടുത്തു, പക്ഷേ ആന പട്ടമൊന്നും കഴിക്കുന്നില്ല. ആനയെ ഉണർത്താൻ വേണ്ടി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷേ ആന ഒന്നുകിൽ മയക്കത്തിലേക്ക് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ ക്ഷീണിതനായി പോകുന്നു. ആന കാണുമ്പോൾ വലിയ നിസ്സഹായതയും വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയാണ്. കഴിഞ്ഞ കുറേ സമയമായി അനങ്ങാൻ കഴിയാതെ ആന കുഴിപ്പെട്ടുപോയി എന്ന് പറയുന്നത് ഏത് ജീവിയാണെങ്കിലും. ഓമന പാലപ്പള്ളി പോലെയുള്ളവർ പറയുന്നത് ഈ ആനകൾ ഉണ്ടാക്കുന്ന ശല്യത്തെപ്പറ്റിയൊക്കെ അവർ സങ്കടത്തോടെ വലിയ ആശങ്കയോടെ നമ്മളോട് സംസാരിച്ചിട്ട് കുറച്ച് സമയമായുള്ളൂ. അതൊക്കെ ശരിയാണ്, 101% അതുതന്നെയാണ് ശരി. എങ്കിൽ കൂടിയും അതിൻ്റെ നിസ്സഹായമായ ഈ കുഴിക്കുള്ളിലേക്ക് കാണുന്നവർക്കൊക്കെ ഒരു സങ്കടവും വേദന ഉണ്ടാവും. പല വഴിക്ക് നോക്കിയിട്ടൊന്നും ഒരു പരിപാടി നടക്കുന്നില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കുഴിയുടെ JCB ഉപയോഗിച്ചുകൊണ്ട് ഈ കുഴിയുടെ വിസ്തീർണ്ണം വലുതാക്കാൻ ശ്രമം നടത്തി. JCBയുടെ കപ്പിൽ ചവിട്ടിക്കയറാൻ ഒരു ശ്രമം കുറച്ച് സമയം മുമ്പ് ആന നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അത് വിജയിക്കാത്ത ഇപ്പോൾ അത് ഏതാണ്ട് ബോധം പോയോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയോ, ക്ഷീണിതനാണ് ആന. കാര്യം 6 മണിക്കൂറായി ആ കുഴിയിൽ അങ്ങനെ കിടക്കുകയാണ്. പക്ഷേ മനുഷ്യസാധ്യമായതിൻ്റെ പരമാവധി ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ പ്ലാൻ പോരാ, വേറൊരു പ്ലാൻ എന്തായാലും വേണ്ടിവരുമെന്ന് തോന്നുന്നുണ്ട്. ഈ കുഴി വലുതാക്കി ആനയെ കെട്ടി ക്രെയിൻ ഉപയോഗിച്ച് പോലും വലിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ആലോചന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് റബ്ബർ എസ്റ്റേറ്റാണ്, വനമേഖലയാണ്. ആ പ്രദേശത്ത് ഈ കാട്ടാനശല്യം വളരെ രൂക്ഷമാണ്. ഇപ്പോൾ തന്നെ ഈ ആന കാട്ടിൽ നിന്നിറങ്ങി വന്ന് കാണാതായതിനെ തുടർന്ന് അതിനെ അന്വേഷിച്ച് കുറേ ആനകൾ അവിടെ വന്നു എന്ന് നേരത്തെ അശ്വിൻ പാലാഴി പറഞ്ഞത് കേട്ടില്ല. അതുപോലെ ഈ പോയ ദിവസങ്ങളൊക്കെ 20, 30, 50 കാട്ടാനക്കൂട്ടങ്ങൾ അങ്ങോട്ടേക്കൊക്കെ എത്താറുണ്ട് എന്ന് അല്പസമയം മുൻപാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന പാലപ്പള്ളി പറഞ്ഞത്.